എല്ലാവർക്കും നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡ് ചിലർക്കെങ്കിലും കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും. ഇത് നമ്മുടെ കേരള സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ എല്ലാം അടിസ്ഥാന നിയമസംഹിതയാണ്. നിങ്ങളൊരു ഗവൺമെന്റ് സർവീസ് ആരംഭിക്കുന്ന ആളായാലും വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള ഉദ്യോഗസ്ഥനായാലും ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് നമുക്കിതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിലേക്ക്, അതായത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? എന്തിനാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ സാമ്പത്തിക നിയമങ്ങളൊക്കെ പഠിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പൊതുജനങ്ങളുടെ പണമാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ സാമ്പത്തിക ഉത്തരവാദിത്തത്തിൻ്റെയും അടിത്തറ പാകിയിരിക്കുന്നത് ഈ നിയമങ്ങളിലാണ്. ഇത് നിങ്ങളുടെ ജോലിയെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഈ ചർച്ചയിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം കേരള ഫിനാൻഷ്യൽ കോഡിന്, അതായത് KFCക്ക് ഒരു ആമുഖം, പിന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അടിസ്ഥാന നിയമങ്ങൾ, ഈ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ ഏതൊക്കെയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില സാമ്പത്തിക പദങ്ങൾ, പിന്നെ ഗവൺമെന്റിന്റെ പ്രധാന അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കും. അവസാനം ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഭാഗം, എന്താണ് ഈ കോഡ്, എന്തിനാണത് നിലവിൽ വന്നത്? എന്ത് എന്ന് പഠിക്കുന്നതിനേക്കാൾ എന്തിന് എന്ന് മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പിടികിട്ടും. അപ്പോൾ ഈ കേരള ഫിനാൻഷ്യൽ കോഡ്, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയുന്ന KFC, ഇത് കേരള സർക്കാർ പുറത്തിറക്കിയ ഒരു ഔദ്യോഗിക രേഖയാണ്. സർക്കാരിന്റെ എല്ലാത്തരം സാമ്പത്തിക ഇടപാടുകളും, അതായത് പണം വരുന്നതു മുതൽ അത് ചെലവഴിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന നിയമങ്ങളും നടപടിക്രമങ്ങളുമാണ് ഇതിനകത്തുള്ളത്. ഇതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട് കേട്ടോ. കേരള സംസ്ഥാനം രൂപീകൃതമായ സമയത്ത് തിരുവിതാംകൂർ ഭാഗത്ത് പഴയ ട്രാവൻകൂർ ഫിനാൻഷ്യൽ കോഡും മലബാർ ഏരിയയിൽ മദ്രാസ് ഫിനാൻഷ്യൽ കോഡുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇത് വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടാക്കി. അപ്പോൾ സംസ്ഥാനത്തുടനീളം എല്ലാ സർക്കാർ ഓഫീസുകളിലും ഒരേപോലത്തെ സാമ്പത്തിക നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു കേരള ഫിനാൻഷ്യൽ കോഡ് രൂപീകരിച്ചത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കോഡിന്റെ നെടുംതൂണുകളാണ്. വെറും 2 നിയമങ്ങൾ. പക്ഷേ ഇതറിയാതെ ഒരടി മുന്നോട്ടു പോകാൻ പറ്റില്ല. ഓരോ സാമ്പത്തിക ഇടപാടിന്റെയും അടിത്തറയാണിത്. ആർട്ടിക്കിൾ 1. ഇത് വളരെ ലളിതവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. സർക്കാരിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും, അതായത് എല്ലാ വരവുകൾക്കും അല്ലെങ്കിൽ റെസീപ്സിനും, എല്ലാ ചെലവുകൾക്കും അല്ലെങ്കിൽ ഡിസ്ബഴ്സ്മെന്റ്സിനും ഈ കോഡിലെ നിയമങ്ങൾ ബാധകമാണ്. പൊതുപണം കൈകാര്യം ചെയ്യുന്ന ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും ഇത് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ആർട്ടിക്കിൾ 2 കാണാൻ വളരെ ചെറുതാണെങ്കിലും സംഗതി ഭയങ്കര പവർഫുള്ളാണ്. ഈ നിയമങ്ങൾക്ക് ഉടനടി പ്രാബല്യമുണ്ട്. അതായത് ഇത് പുറപ്പെടുവിച്ച ആ നിമിഷം മുതൽ ഓരോ ഉദ്യോഗസ്ഥനും ഇത് പാലിച്ചേ മതിയാവൂ. ഒരൊഴി കഴിവും ഇതിലില്ല. ശരി, ഇനി നമുക്ക് ഈ സാമ്പത്തിക സിസ്റ്റമൊക്കെ ആരാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഇതിലെ പ്രധാനപ്പെട്ട കളിക്കാരാരൊക്കെയാണ്, അവരുടെ പദവികളും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അക്കൗണ്ടന്റ് ജനറൽ, ഇംഗ്ലീഷിൽ അക്കൗണ്ടന്റ് ജനറൽ. ഇദ്ദേഹം ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതായത് CNAGക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തിന്റെ മുഴുവൻ കണക്കുകളും കൃത്യമായി സൂക്ഷിക്കുകയും അത് ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ഓഫീസാണ്. അടുത്ത ആളാണ് കൺട്രോളിംഗ് ഓഫീസർ. കൺട്രോളിംഗ് ഓഫീസർ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കൺട്രോൾ ചെയ്യലാണ് പ്രധാന പണി. സാധാരണയായി ഒരു വകുപ്പ് മേധാവി, അതായത് ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മറ്റുയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും ഈ റോളിൽ വരുന്നത്. തന്റെ കീഴിലുള്ള ഓഫീസുകളിലെ വരവും ചെലവും നിയന്ത്രിക്കുക, സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കുക എന്നതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന ജോലി. ഓക്കെ, നമ്മൾ ആൾക്കാരെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഈ ഫിനാൻഷ്യൽ ലോകത്ത് എപ്പോഴും കേൾക്കുന്ന ചില പ്രധാനപ്പെട്ട വാക്കുകൾ പരിചയപ്പെടാം. ഈ വാക്കുകൾ അറിയാതെ ഈ കോഡ് പൂർണ്ണമായി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് അപ്രോപ്രിയേഷൻ? അപ്രോപ്രിയേഷൻ കേൾക്കുമ്പോഴെന്തോ വലിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും സിമ്പിളാണ്. ബജറ്റിൽ ഒരു പ്രത്യേക കാര്യത്തിന് ഒരു നിശ്ചിത തുക ചിലവഴിക്കാൻ നിയമസഭ നൽകുന്ന ഒരു ഒഫീഷ്യൽ പെർമിഷൻ, അതാണ് അപ്രോപ്രിയേഷൻ. ഈ അനുമതിയില്ലാതെ സർക്കാരിന് ഒരു രൂപ പോലും ഖജനാവിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. അടുത്തതാണ് ബജറ്റ് എസ്റ്റിമേറ്റ്സ്. ബജറ്റ് എസ്റ്റിമേറ്റ്സ് ഇത് നമുക്കെല്ലാവർക്കും കുറച്ചൊക്കെ അറിയാവുന്ന കാര്യമാണ്. വരാൻ പോകുന്ന ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള സർക്കാരിന്റെ വിശദമായ സാമ്പത്തിക പദ്ധതിയാണിത്. എത്ര വരുമാനം കിട്ടും, എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആ പണം ചെലവഴിക്കാൻ പ്ലാനുണ്ട് എന്നതിൻ്റെയൊക്കെ ഒരു ബ്ലൂ പ്രിന്റ്. അപ്പോൾ സർക്കാരിന്റെ ഈ പണമെല്ലാം എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഗവൺമെന്റിന് നമ്മളെപ്പോലെ ബാങ്ക് അക്കൗണ്ടുകളുണ്ടോ? ഉണ്ട്. പ്രധാനമായിട്ടും 3 തരം പേഴ്സുകൾ അല്ലെങ്കിൽ അക്കൗണ്ടുകളുണ്ട് എന്ന് നമുക്ക് പറയാം. നമുക്ക് നോക്കാം അവ ഏതൊക്കെയാണെന്ന്. ഇതിൽ ആദ്യത്തേതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റ്.
കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 266 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതാണ് ഗവൺമെന്റിന്റെ മെയിൻ അക്കൗണ്ട്. സർക്കാരിന്റെ നികുതി വരുമാനവും എടുക്കുന്ന വായ്പകളും ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ വരുമാനവും വന്നു ചേരുന്നത് ഈ അക്കൗണ്ടിലാണ്. രണ്ടാമത്തത് കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. ഇതിന്റെ പേരിൽ തന്നെയുണ്ട് കാര്യം. കണ്ടിൻജൻസി എന്ന് വെച്ചാൽ അടിയന്തര സാഹചര്യം. പ്രകൃതി ദുരന്തങ്ങൾ പോലെയുള്ള അപ്രതീക്ഷിത ചെലവുകൾ നേരിടാനായി ഗവർണറുടെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്ന ഒരു എമർജൻസി ഫണ്ടാണിത്. നിയമസഭയുടെ അനുമതിക്ക് കാത്തുനിൽക്കാതെ പണം ഉപയോഗിക്കാൻ ഇത് സഹായിക്കും. മൂന്നാമത്തേതാണ് പബ്ലിക് അക്കൗണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. പബ്ലിക് അക്കൗണ്ട് ഓഫ് ദി സ്റ്റേറ്റ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. ഈ അക്കൗണ്ടിലെ പണം ഗവൺമെന്റിൻ്റേതല്ല. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇത് ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ മറ്റ് ഡിപ്പോസിറ്റുകൾ പോലെ സർക്കാർ ഒരു ട്രസ്റ്റി എന്ന നിലയിൽ, അതായത് ഒരു സൂക്ഷിപ്പുകാരനായി കൈവശം വയ്ക്കുന്ന പണമാണ്. ഈ സ്ലൈഡ് നോക്കിയാൽ ഈ ആശയം കുറച്ചുകൂടി എളുപ്പമാകും. കണ്ടില്ലേ? കൺസോളിഡേറ്റഡ് ഫണ്ടിനെ നമുക്ക് സംസ്ഥാനത്തിന്റെ പ്രധാന സേവിങ്സ് അക്കൗണ്ടായി കാണാം. കണ്ടിൻജൻസി ഫണ്ട് ഒരു എമർജൻസി ക്രെഡിറ്റ് കാർഡ് പോലെയാണ്. പിന്നെ പബ്ലിക് അക്കൗണ്ട്, അത് മറ്റുള്ളവരുടെ പണം സൂക്ഷിക്കുന്ന ഒരു ലോക്കർ പോലെയും. ഈയൊരു താരതമ്യം ഓർത്തുവെച്ചാൽ മതി. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ ഇതൊക്കെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ നിങ്ങൾക്കെങ്ങനെയാണ് ബാധകമാകുന്നത്? നിങ്ങളുടെ വ്യക്തിപരവും ഔദ്യോഗികവുമായ ചുമതലകളുമായി ഈ നിയമങ്ങൾക്കെന്തു ബന്ധം? നമുക്ക് നോക്കാം. ഇതാണ് ഒരു പക്ഷേ ഈ കോഡിലെ ഏറ്റവും നിർണായകമായൊരു പോയിന്റ്. ആർട്ടിക്കിൾ 8.4 പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ ഡ്യൂട്ടിയിലുള്ള എന്തെങ്കിലും അശ്രദ്ധ കാരണം സർക്കാരിന് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം സംഭവിച്ചാൽ അതിന് നിങ്ങൾ വ്യക്തിപരമായി ഉത്തരവാദിയായിരിക്കും. എനിക്ക് നിയമം അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു ഒഴികഴിവായി സ്വീകരിക്കില്ല. ഈയൊരു ഉദ്ധരണി ഈ നിയമങ്ങളുടെയെല്ലാം ആത്മാവാണെന്ന് പറയാം. ആർട്ടിക്കിൾ 41(b)യിൽ പറയുന്നത് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും പൊതുപണം ചെലവഴിക്കുമ്പോൾ സാധാരണ ബുദ്ധിയുള്ള ഒരു വ്യക്തി സ്വന്തം പണം ചെലവഴിക്കുമ്പോൾ കാണിക്കുന്ന അതേ ശ്രദ്ധയും ജാഗ്രതയും കാണിക്കണം എന്നാണ്. ഇതാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രോപ്രൈറ്റി എന്നതിന്റെ അടിസ്ഥാന തത്വം. നമ്മുടെ സ്വന്തം പണം പോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ ശ്രദ്ധയോടെ. അപ്പോൾ ഞാൻ ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇത്രയും കേട്ട അടിസ്ഥാന തത്വങ്ങളുടെ വെളിച്ചത്തിൽ പൊതുപണം ശരിയായി ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു വലിയ ചുമതല ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈയൊരു ബോധത്തോടെ നമ്മുടെ ജോലിയെ സമീപിക്കാം. നന്ദി.